ശ്രീ ജോർജ് ജോസഫ്, നമുക്കറിയാം വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലാണ് പോലീസ്. എന്നിരുന്നാൽ കൂടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പാണ്, അതുമാത്രമല്ല നിരവധി കേസ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതിനെല്ലാം ബാധിക്കുന്ന തരത്തിലേക്കല്ലേ ഈ ഒരു കാര്യം നീങ്ങുന്നത്? ശരിയാണ്, സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന് പണം, അവരുടെ മൂവ്മെന്റിന് പോലും പണം കൊടുത്തില്ലെങ്കിൽ അത് നിശ്ചലമാകും. അത് ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം കൂടും, ഇലക്ഷൻ സുഖമായിട്ട് നടക്കില്ല. അതോടൊപ്പം തന്നെ പോലീസിന്റെ TADയും കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഡ്യൂട്ടിക്ക് പോകാനും ബുദ്ധിമുട്ട് വരും. സർക്കാരിന്റെ വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. എത്ര പ്രതിസന്ധിയും ശരി, മറ്റുള്ള പണം കൊടുത്തില്ലെങ്കിലും ശരി, പോലീസിന്റെ പ്രവർത്തനം സുഗമമായിട്ട് രാജ്യത്ത് നടക്കണം. ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാവും, വലിയധികം സംഘടന ഉണ്ടാവും. അതൊക്കെ തടയേണ്ടത് ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. അത് പോലീസിൽ കൂടി മാത്രമേ അത് തടയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പോലീസിന്റെ പണം അടിയന്തരമായിട്ട് തന്നെ കൊടുക്കണം. അത് ഏതെങ്കിലും വകമാറ്റി ചെലവാക്കിയാലും വേണ്ടില്ല. പോലീസ് വാഹനങ്ങൾ യഥേഷ്ടം എല്ലാ പോലീസ് സ്റ്റേഷനിലെ പരിധിയിൽ മൂവ് ചെയ്യണം. പ്രത്യേകിച്ച് ഫയർ, ഇപ്പം തീ കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാം. ചൂട് കാരണം പല സ്ഥലത്തും അവിടെ ഫയർഫോഴ്സ് എത്തണം, പോലീസ് മുന്നോടി എത്തണം. അതുപോലെ തന്നെ കാട്ടുതീ ഫോറസ്റ്റ് ഏരിയയിൽ വളർന്നു വന്നു, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീടുകൾ കത്തുന്നു, ഫോറസ്റ്റ് ഏരിയ കത്തുന്നു, ഉണങ്ങി വരേണ്ട പ്രദേശങ്ങൾ കത്തുന്നു. അവിടെയൊക്കെ ഫോറസ്റ്റുകാർക്കും ഫയർഫോഴ്സിനും പോലീസിനൊക്കെ ഓടി എത്തണം. അപ്പൊ അവർക്ക് വാഹനം വേണം. അതുപോലെ തന്നെ ധാരാളം കേസുകൾ, വൈറ്റിലായ കേസുകളുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. പോലീസിന് ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പണം കിട്ടിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട്. വണ്ടി ചലിക്കത്തില്ല, ഒരു സ്ഥലത്ത് ഓടിയെത്താൻ പറ്റില്ല. ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുന്നത് പോലീസ് എത്രയും പെട്ടെന്ന് എത്തണം, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും, മനുഷ്യന്റെ ജീവന് നാശം ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെന്റ് തീർച്ചയായിട്ടും DGP ആയിട്ട് സംസാരിച്ച്, ആഭ്യന്തര വകുപ്പിനെ ആയിട്ട് മേലധികാരിയോട് സംസാരിച്ചിട്ട് അടിയന്തരമായി നമുക്ക് ഈ മാസം കഴിയാനുള്ള പണം അവിടെ എത്തിയിരിക്കണം. അതിന് യാതൊരു മാറ്റവും സംഭവിക്കരുത്. അത് വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ ഉണ്ടെങ്കിലും കൂടുതൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെങ്കിലും കുറേയൊക്കെ നമുക്ക് തടയാം പോലീസിനെ കൊണ്ട്. അത് അടിയന്തരമായി അവരുടെ വാഹനം മൂവ് ചെയ്യാനുള്ള, അവർക്ക് കടം കിട്ടുന്ന പെട്രോൾ പമ്പിലെല്ലാം കടം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അവർക്കൊക്കെ അടിയന്തരമായി കുറച്ച് പേയ്മെന്റ് എങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആശ്വാസകരമാണ്. ശ്രീ ജോർജ് ജോസഫ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം മുൻപ് നവകേരള സദസ്സ് നടന്നപ്പോൾ മന്ത്രിവാഹനങ്ങൾ, പൈലറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള അത്തരത്തിൽ ഉപയോഗിച്ചിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ ധൂർത്തുകൾക്ക് നടത്തിയ സർക്കാരിൻ്റെ ദുരുപയോഗത്തിൻ്റെ ഒരു ഫലം തന്നെയല്ലേ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമാകുന്നത്? തീർച്ചയായിട്ടും അതെ. കാരണം ഈ ധൂർത്ത് നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. എന്ത് സർക്കാർ എന്ത് പ്രോഗ്രാം കാണിച്ചാലും അതിനൊക്കെ പോലീസും വേണം. അതുപോലെ പന്തലിടാനും മറ്റു ഇതിനൊക്കെ വലിയധികം എക്സ്പെൻസ് ആകുകയാണ്. അത് പൊതു ഖജനാവിന് അങ്ങനെയൊക്കെ നമ്മൾ മിച്ചം പിടിച്ച് വേണം മുന്നോട്ട് പോകാൻ. മന്ത്രിമാരുടെ യാത്ര തടയണം. അവർ ഏകദേശം പറന്ന് അവരുടെ വാഹനങ്ങളൊന്നും അധികം മൂവ് ചെയ്യരുത്. അവർ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഭരിക്കട്ടെ. അവർ ഈ രാജ്യത്ത് ഇറങ്ങരുതെന്ന്. ഈ രാജ്യത്ത് മന്ത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾ സെക്രട്ടേറിയറ്റിലും ജില്ലാ കളക്ടർ ഓഫീസുകളിലൊക്കെ കയറി നടക്കുകയാണ്. അപ്പം മന്ത്രിമാരുടെ യാത്ര കുറയ്ക്കുക. ഒരു മന്ത്രി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നിലൊരു വണ്ടി, പിന്നിലൊരു വണ്ടി, എസ്കോർട്ട് വണ്ടി, 3 വാഹനം ഏകദേശം പോകണം. 10-21 പേര് ഇങ്ങനെ ഇരുന്ന് മന്ത്രിമാർ പോകുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് ഒരു ദിവസം നമുക്ക് ഈ പെട്രോളിനും ഡീസലിനും മാത്രം. അതുകൊണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് കർശന നിയന്ത്രണം കൊടുക്കണം. അവർ സെക്രട്ടേറിയറ്റിൽ തന്നെ കാണണം. അത് ഇനിയുള്ള സിസ്റ്റം ഇനി 1-2 വർഷം കൂടെ ഉണ്ട്. ആ സമയത്ത് ഇത് തന്നെ പാലിക്കണം. അല്ലാതെ ഈ സാമ്പത്തികമായ പ്രതിസന്ധി കരകയറത്തില്ല. ഇലക്ഷൻ സമയമായതുകൊണ്ട് അവരുടെ പ്രൈവറ്റ് വാഹനത്തിൽ പോട്ടെ. സർക്കാരിന്റെ വാഹനങ്ങളൊന്നും ഓടണ്ട. അവർ സെക്രട്ടേറിയറ്റിൽ തന്നെ മന്ത്രിമാർ ഇരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന്.